സത്യത്തിൽ 2 ദിവസം ഇനി വീഡിയോ ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങളുള്ളതുകൊണ്ട് ഇത് വിചാരിച്ചു കേട്ടോ. പക്ഷേ വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അങ്ങനത്തെ ചില സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. सरदार कौन, चोरों का आयोग कौन, संविधान को ठोकर मारे हक की चोरी करता कौन, दिन के उजाले में वोट चोरी करता कौन, जिंदा लोगों को लिस्ट में मरा हुआ दिखाता कौन, हर सीने में दावे साफ उबल रहा है बस ये शोर. वोट चोर गद्दी चोर, वोट चोर, वोट चोर गद्दी चोर, वोट चोर गद्दी चोर, वोट चोर गद्दी चोर. सरदार कौन, चोरों का आयोग कौन, संविधान को ठोकर मारे हक की चोरी करता कौन, दिन के उजाले में. അതായത് ഈ വോട്ട് ചോരി എന്നിങ്ങനെ രാഹുൽ ഗാന്ധി പല പത്രസമ്മേളനത്തിൽ പറയുന്നു, നമ്മൾ പലരും വീഡിയോ ചെയ്യുന്നു, പത്രമാധ്യമങ്ങളൊക്കെ അത് ജസ്റ്റ് എടുത്ത് നാളെ വീണ്ടും നമ്മൾ മോദിക്ക് ജയ് വിളിച്ച് പോകുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് പല സ്ഥലങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് NDA BJP സർക്കാർ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഈ വോട്ട് ചോരിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകൾ നിരത്തിലിറങ്ങുക മാത്രമല്ല മോദിജിയുടെയും അങ്ങനെ പല ആളുകളുടെയും മുഖത്ത് കരി വാരി തേക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഇന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ഐക്യമില്ല എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ആന്ധ്രയിലും ഹരിയാനയിൽ രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ അതുപോലെ മുംബൈയിൽ നമ്മുടെ മഹാരാഷ്ട്രയിലൊക്കെയാണ് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെയും അതല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ പ്രവർത്തകർ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചിട്ടുള്ള പല പ്രവൃത്തികൾ, അതായത് ജ്ഞാനേഷ് കുമാറിനെയും മറ്റ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മൊത്തത്തിൽ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള പല യാത്രകളുമാണ് ഇന്ന് പല സ്ഥലങ്ങളും നമ്മൾ കാണാൻ ഇടണ്ടായത്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ കണ്ട സമയത്ത് ചെയ്യണം. ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ ആളുകൾ TV വാർത്തകൾ കണ്ടിങ്ങനെ ചുമ്മാ പോയി നമ്മൾ വിചാരിച്ചു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ആളുകൾ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ സൈഡിലൊന്ന് വെച്ച് തരാം. നിങ്ങൾക്ക് അത് എവിടെ എങ്ങനെ നടന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. സ്പെഷ്യലി നമ്മുടെ പശ്ചിമ ബംഗാളിലാണ് ഇനി അടുത്ത ഇലക്ഷന് വരാൻ പോകുന്നുണ്ട്. SIR അവിടെ നടപ്പാക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടക്കാണ് നമ്മുടെ കേരളത്തിൽ നടന്ന പോലെ തന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ BLOമാരുടെ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം വന്നിട്ടുണ്ട്. 1-2 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ പുറത്തിറങ്ങിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൻ്റെ മുമ്പിലും അതല്ലെങ്കിൽ അവിടുത്തെ NDA സർക്കാരിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക അവിടുത്തെ പാർലമെൻറ്റിൻ്റെ മുമ്പിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഒരു വശത്ത് तो ये भारत में उपलब्ध है. भारत में मोदी जी के आशीर्वाद से, गणेश के आशीर्वाद से जो इलेक्शन कमिश्नर है और अमित शाह जी के आशीर्वाद से ये लेटेस्ट वर्जन GTA का पूरी दुनिया में और कहीं नहीं भारत में मिल रहा है. और इसमें आप वो कर सकते हो. आप गेम में वो नहीं सोच सकते जो धांधलियां होती थी, जो क्राइम होता था, जो ये खेल के हिंदुस्तान में ये तीनों मिलकर कर रहे हैं, जो क्राइम ये बढ़ा रहे हैं. वोट चोरी जैसा हथियार इनके पास है. उस हथियार को इस्तेमाल करके ये फिर से सरकारें बनाएंगे. हमारा कर्तव्य ये बनता है ये निश्चित करना इनका ये जो गंदा खेल वोट चोरी का है ये फिर से ना हो पाए. और उस चोरी को पकड़ के जिस तरह से राहुल जी ने इनकी चोरी पकड़ी है, हर एक सच्चा युवा जो देश के लोकतंत्र से प्रेम करता है वो BLO बन के वो बूथ. പിന്നെ നമ്മൾ ഈ കാണുന്ന ജലപീരങ്കി വെച്ചിട്ട് ആളുകളെ തുരത്തിക്കൊണ്ടിരിക്കുന്ന വേറെ എവിടെയല്ല കേട്ടോ. നമ്മുടെ NDA ഭരിക്കുന്ന BJP ഗവൺമെൻറ് ഭരിക്കുന്ന രാജസ്ഥാനിലെ ജയ്പൂരാണ്. ഈ ജയ്പൂർ പോലീസും അതുപോലെ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരും, കോൺഗ്രസ് എന്നല്ല ഇന്ത്യ ബ്ലോക്കിൻ്റെ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി അവസാനം അവരെ പിരിച്ചുവിടാൻ വേണ്ടി ജലപീരങ്കി വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മൾ വെറുതെ പറഞ്ഞ് തള്ളുന്ന പോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ആളുകൾ റോട്ടിലോട്ട് ഇറങ്ങുന്നതാണ് ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് രാജസ്ഥാനിലാണ് നടന്നിട്ടുള്ളത്, ജയ്പൂരാണ് നടന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും കാലം പേടിയായിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ NDA ഭരിക്കുന്ന BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഇതും പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ ഇല്ലാണ്ടാക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അതേ സ്ഥലങ്ങളിൽ തന്നെ ആളുകൾ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങി. ഇനി അടുത്തൊരു സ്ഥലം കാണിച്ചു തരാം. सरदार कौन, चोरों का आयोग कौन, संविधान को ठोकर मारे हक की चोरी करता
ഇത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ പോസ്റ്ററുകളിൽ ആളുകൾ പോയിട്ട് പലതും എഴുതി വെക്കുന്നൊരവസ്ഥ, അതായത് വോട്ട് ചോരി, വോട്ട് കള്ളൻ എന്നുള്ള രീതിയിലുള്ള പല പ്രസ്താവനകളുമാണ് പ്രധാനമന്ത്രിയുടെ ഫേസിൽ ത്രൂ ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ആളുകൾക്ക് പേടിയായിരുന്നു, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, പണ്ടത്തെ രാജ്യമല്ല, പണ്ടത്തെ ഇന്ത്യയല്ല, ഇന്ത്യ പുതിയ ഇന്ത്യയാണ്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജ്യത്തിലെ ഭരണാധികാരികളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തൂക്കിലേറ്റും, അതല്ലെങ്കിൽ രാജ്യദ്രോഹത്തിൻ്റെ കുറ്റം വരെ ചുമത്തുന്ന ഒരു ഇന്ത്യയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ആൾക്കാർ മാറി. കള്ളത്തരത്തിലൂടെ വോട്ട് നേടി രാജ്യം ഭരിക്കുന്ന ആളുകളെ ഇത്തരത്തിലൊക്കെ ഗൗനിച്ചാൽ മതി എന്നുള്ള രീതിയിലോട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇത് കാണുന്നത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ പ്രധാനമന്ത്രിയുടെ പോസ്റ്റർ വികൃതമാക്കുന്ന ദൃശ്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. പോസ്റ്ററുകളുടെ മുകളിൽ വോട്ട് കള്ളൻ, അധികാരം വിടൂ എന്ന് തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഹിന്ദിയിലാണ് എഴുതിയത്, അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിലോട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത്. वोट चोर गद्दी छोड़, वोट चोर गद्दी छोड़, वोट चोर गद्दी छोड़। चोरों का सरदार कौन, चोरों का आयोग कौन, संविधान को ठोकर मारे। പിന്നെ ഇത് നമ്മൾ കാണുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അതും നമ്മുടെ ചന്ദ്രബാബു നായിഡു, അതായത് മോദിയുടെ 2 കുത്തുകാലുകളിൽ ഒരു കുത്തുകാല് ഭരിക്കുന്ന സ്ഥലമാണ്, ഈ ചന്ദ്രബാബു നായിഡു ഭരിക്കുന്ന സ്ഥലമാണ് ആന്ധ്രയിൽ. പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വോട്ട് ചോരിക്കെതിരെ, വോട്ട് കള്ളത്തരത്തിനെതിരെയുള്ള പോസ്റ്ററുകൾ ധൈര്യമായിട്ട് ആളുകൾ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആളുകളുടെ ധൈര്യമാണ് കാണിക്കുന്നത്. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, നമ്മുടെ ഡെമോക്രസി ചത്തു, നമ്മുടെ ജനാധിപത്യത്തിനെ കൊന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരവസ്ഥയാണ് ആന്ധ്രയിൽ കണ്ടിട്ടുള്ളത്. ഇനി മറ്റൊരു സ്ഥലം കൂടെ കാണിച്ചു തരാം. सरदार कौन, चोरों का आयोग कौन, संविधान को ठोकर मारे हक की चोरी करता कौन, दिन के उजाले में वोट चोरी करता कौन, जिंदा लोगों को लिस्ट में मरा हुआ दिखाता कौन, हर सीने में नावे साफ उबल रहा है बस ये शोर। वोट चोर गद्दी छोड़, वोट चोर। തമിഴ്നാട്, അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക, ജമ്മു കാശ്മീരിൽ കുറേ ആളുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിലെ ആളുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്, പിന്നെ മഹാരാഷ്ട്രയിലെ ആളുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങൾ, ഇപ്പോൾ തമിഴ്നാടും ജമ്മു ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പല സ്ഥലങ്ങളും NDA സർക്കാർ ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. ആളുകൾ ഒരു ധൈര്യക്കുറവില്ലാണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇപ്പം എന്താ പറയുക, ഈ ഒരു റിസൾട്ട് വന്ന സമയം മുതൽ നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അല്ലേ. നമ്മളിങ്ങനെ വോട്ട് ചോരി പറഞ്ഞു, നിങ്ങളിങ്ങനെ വോട്ട് ചോരി പറയല്ലാണ്ട് അതിനുള്ള തെളിവുകൾ എവിടെ, മറ്റേതെവിടെ ഒക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. തെളിവുകളൊക്കെ പുറത്തോട്ട് കാണിച്ചു തന്നാൽ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ പുറത്തു നാട്ടിലെ ആൾക്കാർ അത് സമ്മതിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളുകൾ അതിനെതിരെ വോട്ട് ചോരിയൊന്നുമില്ല, അത് ഇത് എന്ന് പറഞ്ഞ് അന്ധഭക്തർ പിന്നാലെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇത് കണ്ടോ നിങ്ങൾ, നമസ്തേ ബ്രസീൽ എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്ററുള്ളത്. ഈ പോസ്റ്ററിൽ എന്താ ഉള്ളതെന്ന് പറയുമോ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഇരട്ട വോട്ട്, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ആരോപിക്കുന്നതിൻ്റെ സൂചിക കൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് കോൺഗ്രസ് നമസ്തേ ബ്രസീൽ എന്ന പേരിൽ പരിഹാസ രൂപേണയാണ് പോസ്റ്ററുകൾ ഇറക്കിയിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ ഒരേ മുഖമുള്ള വ്യാജ വോട്ടർമാർ ഉണ്ടെന്ന ആരോപണത്തെ ബ്രസീലിയൻ മോഡലുമായി താരതമ്യം ചെയ്താണ് ഈ പോസ്റ്ററുകൾ ഇറക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടത് മോദിയുടെ മുഖത്ത് തന്നെ കരിയോല ഒഴിക്കുന്ന രീതിയിലുള്ള പല എന്താ പറയുക വീഡിയോസും പല ആളുകളും ഇന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഡിസംബർ 1 മുതൽ ഇതിപ്പോൾ ജസ്റ്റ് ഇതൊരു എന്താ പറയുക, പിക്ചർ അബി ബാക്കി ഹേ മേര ദോസ്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിസംബർ 1 മുതൽ നമ്മുടെ എന്താ പറയുക പാർലമെൻറ്റ് വീണ്ടും കൂടാൻ പോവുകയാണ്. പാർലമെൻറ്റ് കൂടുന്ന സമയത്ത് പാർലമെൻറ്റിലും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ പുറത്തും പല സംസ്ഥാനങ്ങളിലുമായിട്ട് ഇതൊരു വലിയ പ്രക്ഷോഭത്തിലോട്ട് തന്നെ ആളുകൾ പോവുകയാണ്. വെറുതെ പത്രസമ്മേളനം വിളിക്കുക അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് അതിലങ്ങ് തീർക്കാനല്ല പരിപാടി. ഇതിൻ്റെ പിന്നാലെ ആളുകൾ മുന്നോട്ട് ഇറങ്ങി പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ പറഞ്ഞ ഡിസംബർ ആദ്യ വാരത്തിലാണ് ഡൽഹി രാംലീല മൈതാനത്തിൽ ഒരു വലിയ പ്രക്ഷോഭമുണ്ട്. മൊത്തം ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നിട്ടൊരു വലിയ പ്രക്ഷോഭം വരുന്നുണ്ട്. പിന്നെ അണ്ണാ ഹസാരെ പണ്ട് 2014 ഈ പറഞ്ഞ ആം ആദ്മിയുടെയും BJPയുടെയും കൂടെ കൂടിയിട്ട് ഭരണം ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ചെപ്പടി വിദ്യക്കാരൻ, ഒരു മാജിക്കാരൻ വന്ന് കുറേ മാജിക്ക് കളിച്ച് പോയതാണ് ഇതിൻ്റെ ഒക്കെ തുടക്കം. അതുപോലെ തന്നെ അതിനേക്കാൾ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഒരു തരത്തിലുള്ള സമരത്തിലോട്ടാണ് ഡിസംബർ ആദ്യ വാരം മുതൽ കോൺഗ്രസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇന്ത്യ ബ്ലോക്കും ഇതിനെതിരെ രാജ്യത്തെ ഡെമോക്രസി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വരുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഇന്നുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്.